ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് 290 സീറ്റിൽ സ്വതന്ത്രമായി മത്സരിക്കാൻ ആലോചിക്കുകയാണ്. സീറ്റ് വിഭജനം സംബന്ധിച്ച് തീരുമാനമെടുക്കാൻ നിയോഗിച്ച സമിതിയാണ് ഇക്കാര്യത്തിൽ ധാരണയിലെത്തിയത്. 85 സീറ്റ് ഇന്ത്യ സഖ്യത്തിലെ മറ്റു കക്ഷികളിൽ നിന്ന് ആവശ്യപ്പെടാനും ധാരണയായിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട്. ഡിസംബർ 29-30 ദിവസങ്ങളിൽ ബന്ധപ്പെട്ട കമ്മിറ്റി യോഗം ചേർന്ന് മണ്ഡലങ്ങൾ സംബന്ധിച്ച് ചർച്ച നടത്തിയിരുന്നു. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയ്ക്ക് കമ്മിറ്റി വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കും. ഖാർഗെ, സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കൾ പരിശോധിച്ച ശേഷം ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനത്തിലെത്തും. അടുത്ത വ്യാഴാഴ്ച ഖാർഗെ കോൺഗ്രസ് നേതാക്കളുടെ യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട്. ഓരോ സംസ്ഥാനങ്ങളിലെയും കോൺഗ്രസ് പ്രസിഡന്റ്, നിയമസഭാ കക്ഷി നേതാവ് എന്നിവരാണ് യോഗത്തിൽ സംബന്ധിക്കുക. സീറ്റ് വിഭജനം സംബന്ധിച്ച് സംസ്ഥാന നേതാക്കളുടെ പ്രതികരണം ഈ യോഗത്തിൽ തേടും. അതിനുശേഷമാകും സീറ്റ് വിഭജന കാര്യത്തിൽ അന്തിമ തീരുമാനം പ്രഖ്യാപിക്കുക. അതേസമയം ചില സംസ്ഥാനങ്ങളിൽ പ്രാദേശിക കക്ഷികൾ കൂടുതൽ സീറ്റിൽ മത്സരിക്കും. പശ്ചിമ ബംഗാൾ, തമിഴ്നാട്, ബീഹാർ തുടങ്ങിയ സംസ്ഥാനങ്ങൾ ഇതിന് ഉദാഹരണമാണ്. ബംഗാളിൽ മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസ് ആണ് കൂടുതൽ സീറ്റിൽ മത്സരിക്കുക. തമിഴ്നാട്ടിൽ DMKയും, ബീഹാറിൽ JDU, RJD പാർട്ടികൾ ഇന്ത്യ സഖ്യത്തിൽ നിന്ന് കൂടുതൽ സീറ്റിൽ ജനവിധി തേടും. ഉത്തർപ്രദേശിൽ സമാജ്വാദി പാർട്ടിയാകും കൂടുതൽ സീറ്റിൽ മത്സരിക്കുക. കോൺഗ്രസിന് അമേഠിയും റായ്ബറേലിയും മാത്രമേ വിട്ടു നൽകൂ എന്നാണ് SP-യുടെ നിലപാട്. UP-യിൽ ഇനിയും തുടർ ചർച്ചകൾ നടക്കേണ്ടതുണ്ട്. അതേസമയം മഹാരാഷ്ട്രയിൽ വലിയ പ്രതിസന്ധി നേരിടുമെന്നാണ് കരുതപ്പെടുന്നത്. 22 സീറ്റ് ശിവസേന ആവശ്യപ്പെടുമെന്നാണ് വിവരം. പക്ഷേ ഇത് കോൺഗ്രസ് അനുവദിക്കാൻ സാധ്യത കുറവാണ്. ഡൽഹിയിലും പഞ്ചാബിലും AAP കോൺഗ്രസ് ചർച്ചകൾ നടക്കേണ്ടതുണ്ട്. രണ്ടിടത്തും ഇരു പാർട്ടികൾക്കും സ്വാധീനം ശക്തമാണ്. ഡൽഹിയിൽ ഒരു പടി മുന്നിൽ AAP ആണെങ്കിൽ പഞ്ചാബിൽ കോൺഗ്രസ് ആണ്. രണ്ട് സംസ്ഥാനവും ഭരിക്കുന്നത് AAP-യും. ചർച്ചയിൽ ധാരണയിലെത്താൻ സാധിച്ചില്ലെങ്കിൽ കേരളത്തിലെ പോലെ എല്ലാ സീറ്റിലും ഇരു പാർട്ടികളും മത്സരിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല. അതേസമയം കർണാടക, മധ്യപ്രദേശ്, രാജസ്ഥാൻ, ഛത്തീസ്ഗഡ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലെല്ലാം കോൺഗ്രസും BJP-യും നേരിട്ടാണ് മത്സരിക്കുന്നത്. ഇവിടെ ചെറുകക്ഷികളായ SP-യും BSP-യും ആർക്കൊപ്പം നിൽക്കുമെന്നതാണ് വെല്ലുവിളി. ഇവരുടെ പിന്തുണ കൂടി നേടാനായാൽ കോൺഗ്രസിന് പ്രതീക്ഷ വർദ്ധിക്കും. സീറ്റ് വിഭജനം പൂർത്തിയാക്കി വേഗത്തിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനാണ് കോൺഗ്രസിന്റെ നീക്കം. അതേസമയം മഹാരാഷ്ട്രയിൽ കോൺഗ്രസ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങിക്കഴിഞ്ഞു. സംസ്ഥാനത്തെ 48 സീറ്റിൽ 22 എണ്ണത്തിൽ കോൺഗ്രസ് മത്സരിക്കുമെന്നാണ് സൂചന. കോൺഗ്രസ് വൃത്തങ്ങൾ ഇക്കാര്യം സ്ഥിരീകരിക്കുന്നുമുണ്ട്. ദേശീയ അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയും മഹാരാഷ്ട്രയിൽ നിന്നുള്ള ഉന്നത നേതാക്കളും തമ്മിലുള്ള ചർച്ചയിൽ ഇക്കാര്യം തീരുമാനിച്ചുവെന്നാണ് റിപ്പോർട്ട്.